ഹലോ, ഡിഗ്രി എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് ഫീസ് അടയ്ക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ കയറി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് കൊടുത്തു. നമ്മുടെ സ്റ്റുഡൻറ് ലോഗിൻ എന്നുള്ള ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും, കാൻഡിഡേറ്റ് ഓർ സ്റ്റുഡൻറ് ലോഗിൻ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരിക. ഇതിൽ ഇമെയിൽ ഐ ഡി നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക, പാസ്വേഡ് നമ്മുടെ പാസ്വേഡ് കൊടുക്കുക. ഫോർഗോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് കൊടുത്തിട്ട് മെയിൽ ത്രൂ നമുക്ക് ചേഞ്ച് ആക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക. ഈ ഇന്റർഫേസിൽ സെക്കൻഡ് ഓപ്ഷന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. നമുക്ക് എക്സാം വിത്തൗട്ട് ഫൈൻ എപ്പോഴാണ് അടയ്ക്കേണ്ടത്, അതായത് 23-ാം തീയതിയാണ് അടയ്ക്കേണ്ടത്, അങ്ങനെ എന്തൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. എക്സാമിൻ്റെ ടൈം ടേബിളും ഡീറ്റെയിൽസും ഒക്കെ അവിടെ ഉണ്ടാകും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ എക്സാം ഫീ അടയ്ക്കാൻ പോകണം. ഫീ അടയ്ക്കാൻ വേണ്ടി തേർഡ് ഓപ്ഷനിലാണ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, തേർഡ് ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ കുറേ ഓപ്ഷൻസ് നമുക്ക് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സാമിൻ്റെ ഫീസ് അടയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ 900 ആണ് ഇവിടെ കാണിക്കുന്നത്. ഒരു സബ്ജക്റ്റിൽ എക്സ്ട്രാ കയറി വന്നിട്ടുണ്ട്, 4th വേണം, അതിൽ കോഡില്ല. അപ്പോൾ നിങ്ങൾ അത് നിന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു ടിക്ക് നിങ്ങൾ ക്ലോസ് ചെയ്ത് വിടുക. ക്ലോസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ 750 അടയ്ക്കണം എന്നുള്ളത് കാണിക്കും. ഓക്കെ, നമ്മൾ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എക്സാമിനേഷൻ്റെ നമുക്ക് വേണ്ട എവിടെയാണോ നമുക്ക് എക്സാം എഴുതേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഡിസ്ട്രിക്റ്റും എക്സാം സെൻറ്ററും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു എക്സാം സെൻറ്ററിൽ എക്സാം എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ ഒരു പ്രിഫേർഡ് ഡിസ്ട്രിക്റ്റും കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു ഡിസ്ട്രിക്റ്റ് കൊടുക്കാം. ആൾട്ടർനേറ്റീവ് ആയിട്ട് ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്റ്റ് കൂടെ കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് മൊബൈൽ മോഡിലും അതേപോലെ തന്നെ മൊബൈൽ ഫോണിൽ തന്നെ ഒരു ഡെസ്ക്ടോപ്പ് മോഡിലും ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ മൊബൈൽ മോഡാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ സേവ് ആൻഡ് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കാണും, അത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ പേയ്മെൻറ്റിനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അത് നമ്മൾ 750 രൂപയാണ് എനിക്ക് വരുന്നത്. ഒരു കൺസിഡറേഷനും കാര്യങ്ങളൊന്നുമില്ല. പേ നൗ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ UPI, നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡൊക്കെ വന്നിട്ടുള്ളത്. ഞാൻ UPI ID ആണ് കൊടുക്കുന്നത്, ഗൂഗിൾ പേ ത്രൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഗൂഗിൾ പേ, ഫോൺ പേ ഏതാச்சுം എടുക്കാം. എന്നിട്ട് നമ്മൾ UPI ID അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്താൽ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരിക. അതിൽ നമ്മൾ പേ നൗ എന്നുള്ളത് കൊടുക്കുക. 750 റുപ്പീസാണ് വരുള്ളൂ നമുക്ക്. അപ്പോൾ അത് പേ നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർഫേസ് വരും. 4 മിനിറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ത്രൂ ആണെങ്കിൽ ഗൂഗിൾ പേക്ക് നേരെ പോവുക. അപ്പോൾ അവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. ഞാൻ ഗൂഗിൾ പേയിലാണ്, അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. നിങ്ങൾ ഫോൺ പേയോ Paytm എന്താ വെച്ചാൽ അവിടെ പോയി നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പേ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുക. പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ പേ കൊണ്ട് ഇങ്ങനെ കുറച്ച് റിവാർഡ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിവിടെ ആവശ്യമില്ലാത്ത കാര്യമാണ്. ഓക്കെ, ദെൻ എക്സാമിനേഷൻ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ഓക്കെ ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി, ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് 5 മിനിറ്റ്സ് കൊണ്ട് കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ നമ്മുടെ അതിൽ കയറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലിക്ക് ഹിയർ ടു വ്യൂ എക്സാമിനേഷൻ്റെ സ്റ്റാറ്റസ് നോക്കാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻ നമ്മൾ കൊടുത്തോ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കൊടുത്ത് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ സബ്ജക്റ്റും കോഡും കറക്റ്റ് ആണോ എന്നുള്ളത്. ഏതെങ്കിലും ഓവറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്ത് വിടുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.